ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. സോ നമ്മൾ കുറച്ച് ദിവസമായിരുന്നല്ലേ വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് തിരക്കിലായി പോയിട്ടോ, അതാണ് വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റായത്. അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ആക്കുന്ന ഓവർനൈറ്റ് ഓട്സ് ആണ്. ഇത് സുഹൂറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കി വയ്ക്കുന്നതാണ്. ഞാൻ ഈ പ്രാവശ്യത്തെ റമദാനിൽ കഴിഞ്ഞ പ്രാവശ്യം അത് കേട്ടോ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. ആൻഡ് ഇത് കാരണമായിട്ട് എനിക്ക് നല്ല വെയിറ്റ് ലോസ് ഉണ്ടായിട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രി തന്നെ പ്രിപ്പയർ ആക്കി വയ്ക്കുകയാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് പ്രിപ്പയർ ആക്കി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാവിലെ എടുത്ത് എഴുന്നേൽക്കുക, കഴിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വാട്ടറിൽ സബ്ജ സീഡ്സോ ചിയ സീഡ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ആ വാട്ടറും കുടിക്കും. ഇതാണ് എൻ്റെ കറൻ്റ്ലി ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു സുഹൂർ മീൽ എന്ന് പറയുന്നത്. എനിക്കറിയാം ഇതെല്ലാ ദിവസവും ഇത് തന്നെ കഴിച്ചാൽ അത്ര നമ്മുടെ ഹെൽത്തിന് അത്ര ഓക്കെ ഒന്നല്ല എല്ലാ ദിവസവും ഒരേ ഫുഡ് തന്നെ. പക്ഷെ ഇതിപ്പോൾ കഴിച്ച് തന്നെ ഓക്കെ ആയി വന്നിട്ടോ. അപ്പോൾ ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കാണാം. നമ്മളിപ്പോൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, ഒരു 14 ഡേയ്സൊക്കെ എന്തായാലും ആയിട്ടുണ്ട്, 2 വീക്സ് എന്തായാലും ആയിട്ടുണ്ട്. ഞാൻ ഈ വ്ളോഗ് ഇങ്ങനെ റമദാൻ്റെ ഫസ്റ്റ് വ്ളോഗ് പോസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണ്, റമദാൻ ഒരു സീരീസ് പോലെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും നടന്നില്ല കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ജോബിന് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ മോസ്റ്റ്ലി ടൈം കുക്കൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാനെപ്പോഴും ഒരു വ്ളോഗ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ബോറടിക്കരുത്. നമ്മൾ എത്ര ബോറടിക്കാണ്ട് വ്ളോഗ് എടുത്തു എന്ന് പറഞ്ഞാലും അറ്റ് സം പോയിന്റ്സ് നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും. ഐ നോ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഓവർ ബോറടിപ്പിക്കാത്ത വ്ളോഗ്സ് എടുക്കണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആൻഡ് അറ്റ് ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും ഇഫ്താറൊക്കെ പ്രിപ്പയർ ആക്കി കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഷൂട്ട് ചെയ്താൽ കുറച്ചുകൂടെ എക്സ്ട്രാ ടൈം നമുക്ക് എടുക്കില്ല. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാണ്ടിരുന്നത്. പക്ഷെ ഞാൻ മോസ്റ്റ്ലി എന്നാലും ഷോർട്സൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വന്നിട്ട് പറയും ഇതൊരു ശീലമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു. വ്ളോഗിങ് ചെയ്യുന്ന പറയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ ജോബിനൊക്കെ കയറുന്നതിന് മുമ്പ് ഞാൻ കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് ഈ വ്ളോഗിങ്ങും ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടെ സമയം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ സമയം 5 മണിയാവാറായിട്ടോ. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഈവനിങ് ആണ്, 1 to 7 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിനി പോയിട്ട്
ഒന്ന് ഉറങ്ങി എണീറ്റ് വരാനൊക്കെ ഉള്ള സമയമുണ്ട്. മോസ്റ്റ്ലി എനിക്ക് 7 to 1 ഉള്ള സമയത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ ഞാൻ കിടക്കാറില്ല. ഞാൻ പറയാറുണ്ട് ഞാൻ കിടക്കാറില്ല, കാരണം കിടന്നിട്ട് പിന്നെ എണീക്കാനുള്ള ടൈമില്ല. കാരണം ഒരു 6:20 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കിടക്കാറില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും എനിക്ക് കിടക്കാം, സംസാരിച്ചു കൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു റമദാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കൊരു 4 kgയുടെ അടുത്ത് വെയിറ്റ് ലോസ് ആയിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷേ ഞാൻ കൂടുതലും ഈ ഓവർനൈറ്റ് ഓട്സ് പോലത്തെയുള്ള റെസിപ്പീസ് ആയിരുന്നു കേട്ടോ. ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഹെവി മീൽസ് ഒന്നും അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് ബാലൻസ് ഒന്നും ആവാത്ത കാരണം ഫുഡിൻ്റെ ഒരു കാര്യവും വലിയ കറക്റ്റൊന്നും ആയിരുന്നില്ല കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കാം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, താനെ വെയിറ്റ് കുറഞ്ഞാണ്. ഇതിന് ഓട്ടോമാറ്റിക്കലി എനിക്ക് ഈ നോമ്പൊക്കെ കഴിയുമ്പോൾ വെയിറ്റ് കൂടുകയും ചെയ്യും കേട്ടോ. എനിക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും, പെട്ടെന്ന് വെയിറ്റ് കൂടും, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓർ മേ ബി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ജോബിന് പോകുമ്പോൾ കൊണ്ടുപോകും. നോമ്പ് തുറക്കുന്ന ജോബിന് അവിടെ വർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ. കാരണം 7 മണി വരെ ഡ്യൂട്ടി ഉണ്ട്, നമുക്ക് 5:45 ആകുമ്പോഴാണ് ഇവിടെ ബാങ്ക് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ നിന്നാണ് നോമ്പ് തുറക്കുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇവിടുന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ട് ലേറ്റ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയില്ല, നേരത്തെ കൂട്ടി പറയുന്നില്ല. ഇനി ഒരു കാര്യങ്ങളും നേരത്തെ കൂട്ടിയിട്ട് പറയുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഉറങ്ങട്ടെ, ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണാം. ജോബ് ഒരു 1 o'clock ഒക്കെ ആവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം കിടന്നുറങ്ങിയിട്ടാട്ടോ എഴുന്നേറ്റ്. അധികം നേരം എന്ന് പറഞ്ഞാൽ ഒരു 9:30, 9 o'clock, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വീട്ടിലല്ല നോമ്പ് തുറക്കുന്നത്, ഇന്ന് ജോബുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇന്ന് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ആക്കി ഇങ്ങനെ വെച്ചിട്ട് പോകണമെന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, വന്നു കഴിഞ്ഞാൽ എന്തായാലും ടയേർഡായിരിക്കും. സോ വേറെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കില്ലാതെ വേറെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ധൃതി പിടിച്ച് രാവിലത്തെ പണികളൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തീർക്കുവാണ്ടോ. കാരണം എനിക്ക് ഒരുപാട് ടൈമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ 9 o'clock ഒക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ പ്ലാൻ എന്ന് പറയുന്ന ഒരു 11:30 കൂടിയിട്ട് എൻ്റെ അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് വയ്ക്കണം. പിന്നെ ക്ലീനായിട്ട് എനിക്ക് എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് വീട് ക്ലീനാക്കി വെച്ചിട്ടേ പോകാവുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധം കേട്ടോ. കാരണം എനിക്ക് എവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും നല്ലൊരു ക്ലീൻ സ്പേസിലേക്ക് തിരിച്ചു വന്ന് കയറണം എന്ന് അങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ശരിക്കും അങ്ങനെ ഉണ്ട്. കാരണം എനിക്ക് മെസ്സി ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഭയങ്കര മൂഡ് ഔട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ ഇന്നെനിക്ക് കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയണതല്ല, നല്ല ടേസ്റ്റാണ്. ലൈക്ക് ഒരു കണ്ണൂർ തലശ്ശേരി ദം ബിരിയാണി പോലത്തെ ഒരു ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് ഓവർ മസാലാസും കാര്യങ്ങളൊന്നും ഇല്ലാതെ, പക്ഷേ പെട്ടെന്ന് ക്വിക്ക്ലി ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഇതിലാകെ കുറച്ച് ടൈം പോകുന്നത് ഈ സവാളയൊക്കെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാനുണ്ട്, അതിനാണ് കുറച്ചധികം ടൈം പോകുന്നത്. ജോബ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ദം തുറക്കുന്നത് തന്നെ. അപ്പോൾ നല്ല ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. കാരണം കുറേ അധികം നേരം ദം ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടില്ല. ഞാൻ എല്ലാം പെട്ടെന്ന് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ വർക്കിന് പോയത്. നോർമലി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ബില്ല് വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കടികളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരും. ഞങ്ങൾ ഒരുമിച്ച് കഫറ്റീരിയയിൽ ഇരുന്ന് നോമ്പ് തുറക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ബില്ലുവിനൊരു നോമ്പ് തുറ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് നോമ്പ് തുറന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യമായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് തന്നെ. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിസ്കരിച്ച് ഓതിയൊക്കെ ഇരുന്ന് ഒരു റിഫ്രഷ്മെൻറ്റിന് കുറച്ച് മിൻറ്റ് ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി. സ്കിൻ കെയർ ചെയ്യാൻ പോലും വയ്യായിരുന്നു, അത്രത്തോളം മടിയായിരുന്നു കേട്ടോ. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമുണ്ട്, നെവർ സ്കിപ്പ് സ്കിൻ കെയർ. അതുകൊണ്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല ടയേർഡാണ്. രാവിലെ തുടങ്ങി എഴുന്നേറ്റ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ അതുകൊണ്ട് നല്ലൊരു ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇനി നേരെ ഉറങ്ങുക, കാരണം രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാനുണ്ട് കേട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വ്ളോഗിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.